ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ സാൻട്രോയുടെ ഓയിൽ ചേഞ്ചിങ് ആണ്. നമ്മുടെ വാഹനം നമുക്ക് എങ്ങനെ സ്വയമായി വീട്ടിൽ തന്നെ വെച്ച് ഓയിൽ ചേഞ്ചിങ് ചെയ്യാമെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് 2005 മോഡൽ സാൻട്രോ ആണ്. ഇതിനു മുമ്പേ നമ്മൾ പല ഓയിൽ ചേഞ്ചുകളും ചെയ്തിട്ടുണ്ട്. എല്ലാ വാഹനത്തിൻ്റെ ഓയിൽ ചേഞ്ചിങ് ചെയ്യുന്നത് ഒരേ ഒരു മെത്തേഡിലാണ്. അപ്പോൾ സാൻട്രോയുടെ ഓയിൽ ചേഞ്ച് എങ്ങനെയാണെന്ന് ഞാൻ എടുത്ത് കാണിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വാഹനത്തിൻ്റെ ബാക്ക് ടയറിൽ ഇതുപോലെ 2 തടി ഉപയോഗിച്ച് ഒരു ഊട് വെക്കുക. ശേഷം വാഹനത്തിൻ്റെ ഫ്രണ്ട് വശത്ത് 2 സൈഡിലും ജാക്ക് വെച്ച് വാഹനം ഒന്ന് ഉയർത്തി നിർത്തുക. ഇങ്ങനെ ചെയ്തതിൻ്റെ കാരണം നമുക്ക് വാഹനത്തിനടിയിലേക്ക് സിമ്പിളായിട്ട് നിരങ്ങി കയറുവാനായിട്ടാണ്. അപ്പോൾ എഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മുടെ ദേഹത്ത് തട്ടാണ്ടിരിക്കാൻ വേണ്ടിയാണ്. ഡ്രെയിൻ ചെയ്തെടുക്കുന്ന എഞ്ചിൻ ഓയിൽ ശേഖരിക്കുവാൻ ഇതുപോലൊരു പാത്രം ആവശ്യമാണ്. അതുപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ഡ്രെയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് എഞ്ചിൻ ഓയിലിൻ്റെ ക്യാപ്പ് ഒന്ന് തുറന്നു വെക്കേണ്ടതാണ്. ഈ ക്യാപ്പ് തുറന്നു വെച്ചെങ്കിലേ ഉള്ളൂ എഞ്ചിൻ ഓയിൽ നമുക്ക് നല്ല ഫ്ലോയിൽ ശേഖരിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ടൂള്. ഓക്കെ, ഞാനിപ്പോൾ വാഹനത്തിനടിയിലാണ് ഡ്രെയിൻ നെറ്റ് ലൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഡ്രെയിൻ നെറ്റ് ഊരി എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എഞ്ചിൻ ഓയിൽ ആ ഒരു ട്രേക്കുള്ളിലേക്ക് വീഴുന്നത് കാണാൻ സാധിക്കും. എഞ്ചിൻ ഓയിൽ ഇതുപോലെ ഫുള്ളായിട്ട് ഡ്രെയിൻ ആവാനായിട്ട് അല്പസമയം വെയിറ്റ് ചെയ്യുക. മാക്സിമം എത്രത്തോളം ഊറ്റിയെടുക്കാവോ അത്രത്തോളം എഞ്ചിൻ ഓയിൽ ഊറ്റിയെടുക്കാനായിട്ടുള്ള സമയം കൊടുക്കുക. ഓക്കെ, എഞ്ചിൻ ഓയിൽ അവിടെ ഡ്രെയിൻ ആവുന്ന സമയത്ത് നമുക്ക് വാഹനത്തിൻ്റെ ഫിൽട്ടർ മാറിക്കൊടുക്കാം. അതായത് എഞ്ചിൻ ഓയിൽ ഫിൽട്ടർ. വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ എപ്പം മാറ്റുന്നോ അപ്പോഴൊക്കെ തന്നെ ഈ ഒരു എഞ്ചിൻ ഓയിൽ ഫിൽട്ടർ മാറ്റേണ്ടത് അത്യാവശ്യമാണ്. ഇതാണ് എഞ്ചിൻ ഓയിൽ ഫിൽട്ടർ അഴിക്കുന്ന ടൂള്. ഫിൽട്ടർ വ്രഞ്ച് എന്നാണ് ഇതിനെ പറയുന്നത്. സാൻട്രോയുടെ എഞ്ചിൻ ഓയിൽ ഫിൽട്ടർ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ഫ്രണ്ട് വശത്താണ് വരുന്നത്. അഴിച്ചെടുക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്, എന്നാലും നമുക്ക് സമയമെടുത്താണേലും അഴിച്ചെടുക്കാം. അല്പസമയത്തിന് പരിശ്രമത്തിനൊടുവിൽ നമുക്ക് ഫിൽട്ടർ അഴിഞ്ഞു പോന്നിരിക്കുകയാണ്. ഇതാണ് വാഹനത്തിൻ്റെ, അതായത് സാൻട്രോയുടെ എഞ്ചിൻ ഓയിൽ ഫിൽട്ടർ. അതേസമയം എഞ്ചിൻ ഓയിൽ ഫുള്ളായിട്ട് ഡ്രെയിൻ ആയിട്ടുണ്ട്. ഡ്രെയിൻ ബോൾട്ട് ഇരുന്ന ആ ഭാഗം ഒന്ന് നല്ലവണ്ണം ക്ലീൻ ആക്കിയതിന് ശേഷം ഡ്രെയിൻ നെറ്റ് ടൈറ്റ് ചെയ്യാവുന്നതാണ്. ഡ്രെയിൻ നെറ്റ് ഒരു കാരണവശാലും ഓവർ ടൈറ്റ് ചെയ്യാൻ പാടില്ല. ഇതുപോലെ ഓവർ ടോർക്ക് കൊടുക്കാതെ ടൈറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ശേഷം ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യുക. കാരണം എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ട് വാഹനം ഒന്ന് ഓടിച്ചിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ആ ഭാഗത്ത് എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ സാധിക്കും. ഇനി നമുക്ക് ഫിൽട്ടർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. ഫിൽട്ടർ ഒരു കാരണവശാലും ഓവർ ടൈറ്റ് ചെയ്യരുത്, ഹാൻഡ് ടൈറ്റ് മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് വാഹനത്തിനുണ്ടായിരുന്ന ഓയിൽ. വളരെ പരിതാപകരമായ രീതിയിലാണ് ഓയിൽ ഇരിക്കുന്നത്. നല്ല ഡാർക്കായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡാർക്ക് ആവാതെ എത്രയും പെട്ടെന്ന് തന്നെ ഓയിൽ മാറ്റാൻ ശ്രദ്ധിക്കുക. വാഹനത്തിന് അല്ലെങ്കിൽ എൻജിൻ പണി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി വാഹനം ജാക്കിൽ നിന്ന് മാറ്റുക. കാരണം എൻജിൻ ഓയിൽ ഒഴിക്കുമ്പോൾ കറക്റ്റ് ലെവൽ കിട്ടണമെങ്കിൽ വാഹനം നല്ല ലെവലായിട്ടിരിക്കണം. അതുകൊണ്ട് ജാക്ക് പൊസിഷൻ മാറ്റി ജാക്ക് എടുത്ത് മാറ്റുക. ഇനി നമുക്ക് എഞ്ചിൻ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് ഇതുപോലെ ചോർപ്പ് വെച്ചതിന് ശേഷം എഞ്ചിൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ അവിടെ എവിടെയും പോകാതെ എഞ്ചിൻ ഓയിൽ നമുക്ക് ഒരു തുള്ളി പോലും കളയാതെ വാഹനത്തിനുള്ളിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഒഴിക്കാൻ സാധിക്കും. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഡിപ്സ്റ്റിക്ക് പുറത്തേക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും ഇൻസേർട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ കിട്ടുന്ന ലെവലാണ് കറക്റ്റ് ലെവൽ. ഇപ്പോൾ ഞാൻ എഞ്ചിൻ ഓയിൽ പകുതിയെ ഒഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഡിപ്സ്റ്റിക്കിൽ ഈ ഒരു ലോ ലെവലിൽ കാണിക്കുന്നത്. ബാക്കി എഞ്ചിൻ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ ലെവല് കറക്റ്റാണ്. ഓക്കെ, നമുക്ക് എഞ്ചിൻ ഓയിലിൻ്റെ ക്യാപ്പ് തിരിച്ച് ഇൻസേർട്ട് ചെയ്യാം. ഇത് അടയ്ക്കാൻ മറന്നു പോകരുത്. ഇനി നമുക്ക് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എഞ്ചിൻ ഓയിൽ മാറിയിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമുക്കറിയാൻ സാധിക്കും വാഹനത്തിൻ്റെ സൗണ്ട് എത്രത്തോളം സ്മൂത്ത് ആയിട്ടുണ്ടെന്ന്. അപ്പം അതാണ് എഞ്ചിൻ ഓയിൽ മാറേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതൊരിക്കലും ലേറ്റ് ആക്കാൻ പാടില്ല. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വാഹനവുമായി ബന്ധപ്പെട്ട ഇൻഫോർമേറ്റീവ് വീഡിയോസാണ്. പുതിയ ഫീച്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് വണ്ടികളുടെ റിവ്യൂ ഇതുപോലുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ 100% ഉപകാരപ്പെടും.